എല്ലാ കൂട്ടുകാർക്കും ജേർണി ടു സക്സസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ KT2 ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ഒരു മോക്ക് ടെസ്റ്റ് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ അടുത്ത KT2 കാറ്റഗറി 1നോ കാറ്റഗറി 2നോ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും. 150 മണിക്കൂറിൽ കൂടുതൽ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. ഏത് സമയം നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്ത് തരും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്, മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്, അതുപോലെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ചെറിയ സ്റ്റഡി ഗ്രൂപ്പുകളും ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ KT എക്സാം വിജയിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ ഫീസും കാര്യങ്ങളും കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ള എക്സാമിന് മടി പിടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു അറ്റിങ്സൺ ഷിഫ്രിൻ മോഡൽ, ആ ഒരു മോഡൽ അനുസരിച്ച് 3 ബേസിക് മെമ്മറി സിസ്റ്റംസ് ആർ, ഓർമ്മയുടെ തലങ്ങളെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. സെൻസറി മെമ്മറി, ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി. ഞാൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി ആൻസറിലേക്ക് എത്തുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹാവി ഹേസ്റ്റിൻ്റെ വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ടാസ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എസ്തെറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സൗന്ദര്യാത്മക ശക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റൽ ടാസ്കിൽ ഉൾപ്പെടുന്നത് ഫിസിക്കൽ മെച്ചുറേഷൻ അല്ലെങ്കിൽ ശാരീരിക പരിപക്വനം, വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻ മൂല്യങ്ങളും താല്പര്യങ്ങളും, സാംസ്കാരിക സമ്മർദ്ദം അല്ലെങ്കിൽ കൾച്ചറൽ പ്രഷർ. അടുത്ത ചോദ്യം, എ നെറ്റ്വർക്ക് ഓഫ് അസോസിയേറ്റഡ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ദാറ്റ് മേക്കപ്പ് അവർ ജനറൽ നോളേജ് ഓഫ് ദ വേൾഡ് ഈസ് കോൾഡ്. അതായത് പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? ആൻസർ സെമാൻറ്റിക് മെമ്മറിയാണ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? Which of the following is not related to the education of children with special needs? ഏതാണ്? സീറോ റിജക്ഷനും അതുപോലെ തന്നെ ലീസ്റ്റ് റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റ്, അഡാപ്റ്റഡ് കരിക്കുലം ഒക്കെ ഈ പറയുന്ന സ്പെഷ്യൽ നീഡ്സിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവരുടെ കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു പൊതു പാഠ്യപദ്ധതി അല്ല, അല്ലെങ്കിൽ കരിക്കുലത്തിന് ഡിഫറൻസ് ഉണ്ട്, കോമൺ കരിക്കുലം അല്ല. അപ്പോൾ അതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് അറ്റൻഡിങ് 2 സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് സൈമുൾട്ടേനിയസ്ലി, 2 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ നിരീക്ഷണ പഠനത്തിലെ 4 സ്റ്റെപ്പുകളെ കുറിച്ച് പഠിച്ചായിരുന്നു കേട്ടോ. അതൊന്ന് ഓർഡറിലാക്കാനാണ് ചോദിക്കുന്നത്. അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി. അക്കോർഡിംഗ് ടു ഡേവിഡ് മക്ലൻ, ദ 3 ഇമ്പോർട്ടൻറ്റ് നീഡ്സ് റിലേറ്റഡ് ടു മോട്ടിവേഷൻ ആർ. അതായത് ഡേവിഡ് മക്ലൻ്റെ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് വെച്ചാൽ സാമൂഹികമായ അംഗീകാരം, നീഡ് ഫോർ പവർ അധികാരത്തോടുള്ള ആഗ്രഹം, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് നേടാനുള്ള ആഗ്രഹം. അടുത്തത്, പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ ഓഫ് ദോസ് ഫിസിക്കൽ സിസ്റ്റംസ് that determines the unique adjustment to his environment. ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെ നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ്
പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? ആൽപോർട്ടാണ്, ഓപ്ഷൻ ഡി. അതുപോലെ ആൽപോർട്ടിനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കണം, പേഴ്സണാലിറ്റി സൈക്കോളജി അല്ലെങ്കിൽ വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ ഫാദറാണ് ആൽപോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ട്രെയ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നതും ആൽപോർട്ടാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ എറിക് എറിക്സൺ? അപ്പോൾ അതായത് 8ാമത്തെ സ്റ്റേജ് ഏതാണ്? ലാസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഈഗോ, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്ക്ലൂഡ്സ് പെയിൻഫുൾ സ്റ്റിമുലേ ഫ്രം അവെയർനെസ്? ഇനി പറയുന്നതിൽ ഏതാണ് അവബോധത്തിൽ നിന്നുള്ള വേദനാജനകത്തെ ഒഴിവാക്കുന്നത്? എന്താണ് പെയിൻഫുൾ എക്സ്പീരിയൻസും നമുക്ക് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പൂഴ്ത്തി വെക്കാറില്ലേ? അത് ഓപ്ഷൻ എ ആണ്, റിപ്രഷൻ അല്ലെങ്കിൽ ദമനം. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഈസി ആയിരുന്നു അല്ലേ? ഏകദേശം എല്ലാവർക്കും ഒരു 8, 9, 10 മാർക്കിൻ്റെ അടുത്ത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചോ? അതിൽ കുറഞ്ഞവർ ഒന്നുകൂടെ ആഞ്ഞു പിടിക്കണം കേട്ടോ. നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കാണും. അപ്പോൾ ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ കുറച്ച് മാർക്കൊക്കെ കുറയും. അതൊന്നും വിഷയമാക്കണ്ട. ഇന്നലെയും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് കുറവാണ്. അതൊന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുവാണ്. ചിലപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കുടഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് വേണം. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ലെവലിലോട്ട് എത്തിയിരിക്കും കേട്ടോ, ഉറപ്പാണ്. അപ്പം ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്